നിലമ്പൂരിനെ പി.വി. അൻവർ യു.ഡി.എഫിന് വേണ്ടി ഒറ്റുകൊടുത്തുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ വ്യക്തമാക്കുകയാണ്. യുദാസിൻ്റെ നിലയാണ് അൻവർ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അൻവറുമായി ബന്ധപ്പെട്ട് ചർച്ചയില്ല എന്നും M.V. ഗോവിന്ദൻ വ്യക്തമാക്കുന്നുണ്ട്. അസംബന്ധം പറയുകയും അതിന് പിണറായിസം എന്ന പേര് കൊടുക്കുകയുമാണ് ചെയ്യുന്നതെന്ന് M.V. ഗോവിന്ദൻ വ്യക്തമാക്കുന്നുണ്ട്. തോന്നിയതുപോലെ പറയുന്ന പദമാണത്. പി.വി. അൻവർ ആ പദം ഉപയോഗിക്കുന്നതിന് പിന്നാലെ പോകേണ്ട കാര്യമില്ല എന്നും M.V. ഗോവിന്ദൻ വ്യക്തമാക്കുന്നുണ്ട്. യു.ഡി.എഫിന് രാഷ്ട്രീയ ആയുധമില്ല എന്നും M.V. ഗോവിന്ദൻ സൂചിപ്പിക്കുന്നുണ്ട്. വികസനത്തെക്കുറിച്ച് യു.ഡി.എഫ് മിണ്ടുന്നില്ല. മിണ്ടിയാൽ LDF വികസനങ്ങൾ പറയാൻ തുടങ്ങുമെന്ന് അവർക്ക് നന്നായി അറിയാം. കഴിഞ്ഞ 9 വർഷം വികസന വിരുദ്ധ സമരം മാത്രമേ യു.ഡി.എഫ് നടത്തിയിട്ടുമുള്ളൂ. യു.ഡി.എഫ് വികസന വിരോധികളാണ് എന്നും M.V. ഗോവിന്ദൻ വ്യക്തമാക്കുകയാണ്. നിലമ്പൂരിൽ സ്ഥാനാർത്ഥി നിർണയം മുതൽ വലിയ പ്രതീക്ഷയാണ് ഉള്ളത് എന്നും M.V. ഗോവിന്ദൻ പറയുന്നുണ്ട്. LDFിന് അനുകൂലമായ സാഹചര്യം തന്നെയാണ് ഇപ്പോഴുള്ളത്. LDF സ്ഥാനാർത്ഥി M. സ്വരാജിന് വൻ സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മികച്ച വിജയം നേടാനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ചിഹ്നത്തിൽ മത്സരിച്ചാൽ അടിപതറുന്ന സാഹചര്യം കേരളത്തിൽ എവിടെയുമില്ല. സർക്കാരിനെ ജനങ്ങൾ നല്ല രീതിയിൽ വിലയിരുത്തുന്നുണ്ട് എന്നും M.V. ഗോവിന്ദൻ വ്യക്തമാക്കുന്നുണ്ട്. പെൻഷൻ എന്ന് പറഞ്ഞാൽ ബഹുമാനിക്കൽ കൂടിയാണെന്ന് M.V. ഗോവിന്ദൻ പറയുകയാണ്. പെൻഷൻ ഉൽപാദനക്ഷമമല്ല എന്നായിരുന്നു കരുണാകരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവരുടെ ശിഷ്യന്മാരാണ് ഇപ്പോൾ പെൻഷൻ കൈക്കൂലിയാണെന്ന് പറയുന്നത് എന്നും M.V. ഗോവിന്ദൻ പറയുന്നുണ്ട്. മലപ്പുറം വഴിക്കടവിൽ പന്നിക്കിണിയിൽ നിന്നും ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ചതിന് പിന്നാലെയുണ്ടായ സംഭവ വികാസങ്ങളിലെ രാഷ്ട്രീയ ഗൂഢാലോചന പരിശോധിക്കണമെന്നും CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ പറയുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കടന്നാക്രമിക്കുന്നതിന് ഇതുപോലെയുള്ള ദാരുണ സംഭവങ്ങൾ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുക തന്നെയാണ്. വിമർശനങ്ങൾ നേരിട്ടതിന് പിന്നാലെ മറുപടി പറയാൻ നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി തയ്യാറുമായിട്ടില്ല. മറുപടി പറയേണ്ടത് KPCC പ്രസിഡന്റ് ആണെന്നാണ് സ്ഥാനാർത്ഥി തന്നെ പറയുന്നത്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് വിമർശനങ്ങൾ നിഷേധിക്കുന്നതല്ലാതെ മറ്റൊന്നും പറയുന്നുമില്ല. സ്ഥലത്ത് നടന്ന സംഭവങ്ങളൊന്നും കൃത്യമായി മനസ്സിലാക്കാതെ സർക്കാരിനെതിരെ പ്രശ്നം തിരിച്ചുവിട്ട് രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാനുള്ള ബോധപൂർവ ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരൊക്കെയാണ് എന്ന് കൃത്യമായ അന്വേഷണത്തിലൂടെ മനസ്സിലാക്കുമെന്നും M.V. ഗോവിന്ദൻ പറയുകയാണ്.